ഒരു ശശി തരൂരിൽ തട്ടി തീരുന്നതല്ല കോൺഗ്രസ് പാർട്ടി. ഒരു തരൂർ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുന്ന പാർട്ടിയുമല്ല കോൺഗ്രസ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളോടൊക്കെ കോൺഗ്രസിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ന് ICC ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നോ കമന്റ്. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയും നോ കമന്റ്. ഒരു പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി പോലെ ഉന്നതമായ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന തരൂരിനെതിരെ കോൺഗ്രസ് ഇപ്പോഴെടുക്കുന്ന അവഗണിക്കൽ നിലപാട് അതിന് 100 മാർക്കാണ് കൊടുക്കേണ്ടത്. ഒറ്റക്കൊമ്പന്മാരായി വിലസാൻ ആഗ്രഹിച്ച് പാർട്ടിക്കപ്പുറത്ത് പണിയെടുത്ത ആരും എങ്ങും എത്തിയിട്ടില്ല. അവരൊക്കെ ഒടുക്കം ഉത്തരത്തിലുള്ളത് കിട്ടാൻ വേണ്ടി കക്ഷത്തിലുള്ളത് കളഞ്ഞു കുളിച്ചവരാണ്. ഇന്നത്തെ ഒരു സംഭവം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. അമിത്ഷാ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയെയും എല്ലാവരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്ത് സ്വാഗതം ചെയ്യുമ്പോൾ, എന്നാൽ ഒരു കാലത്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി അധികാര കസേര സ്വന്തമാക്കാൻ നോക്കിയ PC ജോർജിനെ ഒരിക്കൽ പോലും പേരെടുത്ത് അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് കാണാം. ഇനി ഇക്കഴിഞ്ഞിടക്ക് പിണറായി സത്തോട് യുദ്ധം ചെയ്ത് കൊമ്പുകുലിക്ക് ഒറ്റക്കൊമ്പനായി വന്നൊരു അൻവർ ഉണ്ട്. ആ അൻവറിനെ ഒന്ന് നോക്കാം. 20,000 വോട്ട് നേടി എന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറിപ്പറ്റാൻ ഇതുവരെ സാധിച്ചില്ല. തമിഴ്നാട്ടിലൂടെ പോയി ബംഗാൾ വഴി ദീദിയെ സ്വന്തമാക്കി എന്നതൊഴിച്ചാൽ ഒരു മുന്നണിയിലും കേരളത്തിൽ എത്തിപ്പെട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴും അൻവറിനെ കുറിച്ച് ഒന്നും പറയേണ്ട, ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം UDF ഏകോപന സമിതി യോഗത്തിലും VD സതീശൻ അടിവരയിട്ട് പറഞ്ഞതും ചെയ്തു വെച്ചതും. ഈ സംഭവ വികാസങ്ങളൊക്കെ പറയുന്നത് നിലപാടുകൾ എടുക്കുമ്പോൾ അത് കൃത്യമുള്ളതും ജനങ്ങൾക്ക് ബോധ്യമുള്ളതും ആവണം എന്നതോടൊപ്പം തന്നെ ആ നിലപാടുകളെ എവിടെ ഉറപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി തന്ത്രപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ MP കുപ്പായം തുന്നിയിട്ട BJPക്കും മോദിക്കും സ്തുതി പാടുന്ന തരൂരിനെ കുറിച്ച് ഒന്നുമേ ഞങ്ങൾ കുരിയാടാനില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചാവർത്തിച്ച് പറയുന്നതും കാണിക്കുന്നതും. അത്തരം ഒരു പ്രതികരണം കാണാം. നോ കമന്റ്. ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് സമയമുണ്ട്. സർക്കാർ അതൊക്കെ ചോദിക്കട്ടെ. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ, ശരി ശരി ശരി. അല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി സക്രിയമായിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കാൻ. ഒട്ടും വൈകാതെ നയതന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം. ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു, പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതുപോലെ മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, കേവലം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നതിന് പകരം ഒരു ഗൗരവതരമായ ഒരു മന്ത്രിതല ഡെലിഗേഷൻ പോയി പ്രധാനമന്ത്രിയെ കാണണം. ഇത് കണ്ടിട്ട് ഈ കാര്യത്തിലുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള ഇടപെടലുകൾ നയതന്ത്രതലത്തിൽ ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ രാജ്യം മുഴുവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ല, അത് തെറ്റായ കാര്യമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ തന്നെ അതിൻ്റെ പിരിച്ചെടുത്ത പണം ഇതിനു വേണ്ടി നൽകാൻ സമ്മതിച്ചിട്ട് പോലും ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അതീവ ഗൗരവത്തോടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഗവൺമെൻറ് ഒട്ടും പിന്തിരിയാതെ ഈ 2 ദിവസക്കാലം, വരുന്ന നിർണായകമായ 2 ദിവസക്കാലം ഏറ്റവും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യപ്പെടാനുള്ളത്.